സുബ്ഹാനല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കാ നിങ്ങൾ. 50 വർഷങ്ങൾക്ക് മുമ്പ് കടം മേടിച്ച 93 രൂപ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ആന്ധ്ര വരെ പോയി. അതിനുശേഷം കടം വീട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ ആള് മരണപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ഈ വേണ്ടപ്പെട്ട അവരുടെ മക്കളെ കണ്ടെത്തിയിട്ട് ഈ 90 രൂപക്ക് സമാനമായ അതിൻ്റെ നഷ്ടം എല്ലാം കൂടി വെച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര രൂപ ഉണ്ടാകും? അത് ആ മനുഷ്യന് തിരിച്ചു കൊടുക്കുന്നു. അവരുടെ മക്കൾക്ക് തിരിച്ചു കൊടുക്കുന്നു. മക്കളത് വേണ്ടെന്ന് ഒരുപാട് പറഞ്ഞെങ്കിലും, നിങ്ങൾ വന്നല്ലോ, കണ്ടല്ലോ, സന്തോഷമായി എന്ന് ആ മക്കൾ പറഞ്ഞെങ്കിലും ആ മനുഷ്യൻ അത് നിർബന്ധിച്ച് കൊടുത്ത് അതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകുന്നത്. ഇത് വളരെ ഒരു കൗതുകം തോന്നി. കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നതാണ് കടം കൊടുത്ത് കുടുങ്ങിപ്പോകുന്നവരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ ആളുകൾ വളരെ പ്രയാസത്തോടു കൂടി ബുദ്ധിമുട്ടുന്നത് നമ്മൾ കേൾക്കുന്നു. നല്ല സൗഹാർദ്ദത്തിൽ വന്ന്, നല്ല സ്നേഹത്തോടു കൂടി വന്ന് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വന്ന് പറഞ്ഞതിന് ശേഷം പൈസ മേടിച്ച് കൊണ്ടുപോകും. എന്നിട്ടോ വല്ലാത്തൊരവസ്ഥയാണ്. അത് ചോദിച്ച് ചെന്നാൽ പിന്നെ പ്രശ്നമായി, തിരിച്ചു കിട്ടലില്ല. അതിൻ്റെ പേരിൽ വഴക്കായി, അടിയായി, പിന്നെ കണ്ടാ മിണ്ടാതെ ആയി. ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 50 വർഷങ്ങൾക്ക് മുമ്പ് 93 രൂപ കടം കൊടുത്ത ആ മനുഷ്യൻ തിരിച്ചു പോയി ആ കടം വീട്ടി വന്നു. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ കുറച്ച് കാര്യങ്ങളും നിയമങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുഅ്മിനീങ്ങളെ, കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഇസ്ലാം വളരെ കർശനമായി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ കടം ചെറുതാണെങ്കിൽ പോലും അത് മേടിക്കുന്ന നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, കടം മേടിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു മരിക്കുന്ന സമയത്ത് ഒരു കടവുമില്ലാതെ നല്ല റാഹത്തോടു കൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മിനിങ്ങളെ, നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. കടം മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അമാനത്ത് സ്വത്താണ്. നമ്മൾ ഏൽപ്പിക്കുന്ന ആ ഒരു പണം, ആ ഒരു സ്വത്ത്, അത് വിശ്വസ്തയോടുകൂടി തിരിച്ച് നമ്മളെ തന്നെ ഏൽപ്പിക്കേണ്ട കടമ അത് അവർക്കുണ്ട്. നമ്മൾ മേടിക്കുന്ന ആളുകൾ നിർബന്ധമായി കൊടുക്കേണ്ടതാണ്. അതൊരു അമാനത്ത് സ്വത്താണ്. നമ്മളത് കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷേ മുഅ്മിനീങ്ങളെ, വലിയ വേദനയാണ് ആ വിഷയത്തിൽ. നിങ്ങൾക്കറിയുമോ, ഈ ഒരു കടം മേടിച്ച വ്യക്തി തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം ഒരിക്കലും ചിന്തിക്കാത്ത ശിക്ഷകളാണ് ആ മനുഷ്യന് ലഭിക്കാൻ പോകുന്നത്. കടം കൊടുത്ത ഒരു വ്യക്തി അവൻ അത് തിരിച്ച് ചോദിക്കുകയോ ചോദിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ആ കറക്റ്റ് സമയത്ത് മേടിച്ച നമ്മൾ അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ നന്മകളൊക്കെ നഷ്ടപ്പെടുന്നതാണ് പരലോകത്തുനിന്ന്. മാത്രവുമല്ല, നമ്മൾ ചെയ്ത നന്മകൾ, ആ നന്മകൾ ഈ കടം കൊടുത്ത ആൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ ചെയ്ത ഇബാദത്ത്, നമ്മൾ ചെയ്ത നിസ്കാരം എന്തായിക്കോട്ടെ, നമ്മൾ ചെയ്തത് മുഴുവൻ നമ്മൾ ആ പണമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ആ സൽക്കർമ്മം അദ്ദേഹത്തിന് കൊടുക്കണം. കഴിഞ്ഞോ? ഇല്ല. ഇതുകൊണ്ടും തീർന്നില്ല. ആ കടം കൊടുത്ത സ്വത്ത്, ആ ഒരു പണത്തിന് തുല്യമായ അമൽ നമ്മളടുത്ത് നിന്ന് എടുക്കാനില്ല. നിസ്കരിക്കാത്തവനും ഓതാത്തവനും ഖുർആൻ ഓതാത്തവനാണെങ്കിൽ, അവരുടെ അടുത്ത് അമലുകൾ കുറവാണെങ്കിൽ, അപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്. മുഅ്മിനീങ്ങളെ, നമുക്ക് കടം തന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ തിന്മ, അവൻ ചെയ്ത എല്ലാ തമ്മാടിത്തരത്തിൻ്റെയും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അത് നേരെ നമ്മളിലേക്ക് മടങ്ങും. നമ്മുടെ നന്മ നേരെ അയാളിലേക്കും അയാളുടെ തിന്മ നമ്മളിലേക്കും വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ ഇബാദത്തെടുത്ത് നിസ്കരിക്കാൻ നമുക്കൊക്കെ മടിയാണ്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് നിസ്കരിച്ച് ഓതി നമ്മളൊരു അസ്തഗ്ഫിറുള്ള ഒരു ദിക്റൊക്കെ ചൊല്ലി നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഇബാദത്ത് നോക്കൂ നിങ്ങൾ, അത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ നമ്മുടെ അവസ്ഥ? എന്തിൻ്റെ പേരിൽ? കടം മേടിച്ച പണം തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ കുറച്ചേ കൊടുക്കാനുള്ളൂ. അതൊന്നും ഇവിടെ കുറച്ച് തോനെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല.
ഇസ്ലാമിൽ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക. അതൊരു 1 രൂപ നാണയത്തുണ്ടാണെങ്കിൽ പോലും അത് അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുന്നുണ്ടതിൽ, ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, നാളെ മരിച്ചു പോയി എനിക്ക് ഖബറിൽ കിടക്കേണ്ടതാണ്, അതുകൊണ്ടൊരു കടം പോലും എനിക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആ പണം തിരിച്ചു കൊണ്ടുപോയി കൊടുത്തത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ സൽക്കർമ്മം സ്വീകരിക്കട്ടെ. കടം വീട്ടാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, കടം അത് നമുക്കുണ്ടാകാൻ പാടില്ല. വേഗം വേഗം ഇന്ന് തന്നെ വീട്ടാനുള്ള മാർഗം തുടങ്ങണം. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, കടം മേടിച്ച വ്യക്തി ആ പണം തിരിച്ചു നൽകിയിട്ടില്ലെങ്കിൽ ഹദീസുകളിൽ കാണാം, കടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവൻ്റെ ആത്മാവ് അവന് വേണ്ടി കടം വീട്ടുന്നത് വരെ തടഞ്ഞു വെക്കും. ആ ആത്മാവിന് സമാധാനം കിട്ടൂല. ആ ആത്മാവ് സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകണമെങ്കിൽ ആ കടം വീട്ടിയേ പറ്റൂ. അത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണ് കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വിഷയം. അതുപോലെ തന്നെ ഹദീസുകളിൽ കാണാം, കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശമില്ലാതെ കടം മേടിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ചില ആളുകളുണ്ട്. നമുക്ക് കടം മേടിച്ചിരിക്കുമ്പോൾ സാധാരണ ആളുകൾക്കത് തിരിച്ചു കൊടുക്കണമെന്നൊരു ബോധമുണ്ടെങ്കിൽ ഈ ആളുകൾക്ക് അതങ്ങനെ ഒരു ബോധം ഉണ്ടാവില്ല. കടം മേടിക്കും, എപ്പോഴെങ്കിലും കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അവൊന്നും പറയൂല. ആ ഒരു ചിന്തയോടുകൂടി കടം മേടിക്കുന്ന വ്യക്തിയാണോ, പ്രിയപ്പെട്ട മുഅ്മിനെ, നിന്നെക്കുറിച്ച് ഇസ്ലാം പറയുന്നത് എന്താണെന്നറിയോ? നീ മോഷ്ടാവാണെന്നാണ് ഇസ്ലാം പറയുന്നത്. നീ ഒരു മോഷണം ചെയ്ത കുറ്റം നിനക്ക് കിട്ടും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. നീ ഒരാളുടെ സ്വത്ത് അല്ലെങ്കിൽ ഒരാളുടെ സ്വർണം എന്തെങ്കിലുമൊക്കെ പോയി നീ ഒരു കള്ളത്തരം നിൻ്റെ അടുത്തുണ്ടാവുമ്പോൾ നീ എങ്ങനെയാണോ നിന്നെ മുദ്ര കുത്തുന്നത്, അതേ ശിക്ഷയാണ്. നീ ഒരു കള്ളനാണെന്നാണ് ഇസ്ലാം പറയുന്നത്. എങ്ങനെ? നമ്മൾ കടം മേടിച്ച പണം തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശമില്ലാതെ മേടിച്ചു കഴിഞ്ഞാൽ അത്തരക്കാരെക്കുറിച്ച് ഇസ്ലാം പറയുന്നു, അവനൊരു കള്ളനാണ്, അവനൊരു മോഷണം നടത്തിയ ആളാണെന്നാണ് ഇസ്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഹദീസുകളിൽ പറയുന്നു, കഴിവുണ്ടായിട്ടും കടം തിരിച്ചു കൊടുക്കാൻ വൈകിക്കുന്ന ആളുകളുണ്ട്. പൈസ ഉണ്ട്, പക്ഷെ ഇപ്പം തന്നെ കൊടുക്കണ്ട, അങ്ങനെ ഒരു മടി കാണിച്ചങ്ങനെ നിൽക്കുക. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച്, കടം തിരിച്ചു നൽകാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും മനഃപൂർവ്വം വൈകിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ ഒരു അക്രമകാരിയായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഒരാൾ പോയി വെറുതെ നമ്മൾ ആക്രമിക്കുമോ? എന്താ ആക്രമിക്കാതില്ല? അത് തെറ്റല്ലേ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല, പാപം. ഇതുപോലത്തെ തെറ്റ് ചെയ്തവനാണ് കടം വീട്ടാൻ പണമുണ്ടായിട്ട് ആ പണം കടം വീട്ടാതെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്ന ആൾ ഒരു അക്രമിയായിട്ടാണ് ഇസ്ലാമിൽ കാണുന്നത്. നോക്കൂ നിങ്ങൾ, വല്ലാത്ത വിഷമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ധനികൻ കടം വീട്ടാൻ കഴിവുള്ള ഒരാൾ കടം വീട്ടാൻ താമസിപ്പിക്കുന്നത് അക്രമമാണ്. ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കടം വന്ന് നമ്മളാരും മരിക്കാൻ പാടില്ല. അള്ളാഹു അത്തരക്കാരെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്ത് ഒരു മുസ്ലിം മനുഷ്യൻ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു പതിവുണ്ടായിരുന്നു. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞ് ജനാസ നിസ്കരിക്കുന്നതിന് മുമ്പ് ചോദിക്കും. മുത്തുനബി ചോദിച്ചു, ഇദ്ദേഹത്തിന് വല്ല കടവുമുണ്ടോ? അപ്പോൾ അനുചരന്മാർ പറഞ്ഞു, ഉണ്ട് നബിയെ, ഇദ്ദേഹത്തിന് കടമുണ്ട്. അപ്പോഴാണ് മുത്തുനബി പറയുന്നത്, എങ്കിൽ നിങ്ങൾ നിസ്കരിച്ചോളൂ. അവിടെ കൂടിയ ആളുകളോടായിട്ട് മുത്തുനബി പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളൂ, കൂട്ടുകാരനെ നിസ്കരിക്കൂ, നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് മുത്തുനബി പോകാൻ നിൽക്കുന്ന സമയം കടം വീട്ടാനുള്ള ബാധ്യതയുടെ ഗൗരവം എത്രത്തോളമാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മുത്തുനബി പോകാൻ സമയം ആ സദസ്സിൽ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആ സ്വഹാബി എണീച്ചു നിന്ന് പറഞ്ഞു, മുത്തുനബിയെ പോകരുത്, അള്ളാഹുവിൻ്റെ റസൂലെ, ആ കടം ഞാൻ ഏറ്റെടുക്കുന്നു, ആ കടം ഞാൻ വീട്ടിക്കൊള്ളാം. അദ്ദേഹം ആ കടം ഏറ്റെടുത്തതിന് ശേഷമാണ്, ആ കടം ഏറ്റെടുത്ത് വീട്ടിക്കോളാമെന്ന് ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ജനാസ നമസ്കരിച്ചത്. നോക്കൂ നിങ്ങൾ, മുത്തുനബി അത്രത്തോളം ഒരു ക്രൂരനായതുകൊണ്ടാണോ മുത്തുനബി അങ്ങനെ നിസ്കരിക്കാതെ പോയത്? അല്ല, കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അധിപനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത്രത്തോളം മനുഷ്യരോട് കരുണ കാണിക്കുന്ന മുത്തുനബി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മുത്തുനബിക്ക് കാരുണ്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു കടം മേടിച്ച വ്യക്തിക്ക് ഇത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു. കടം വീട്ടൽ ഇത്രത്തോളം വലിയ ഗൗരവമേറിയ വിഷയമാണെന്ന് മുത്തുനബി നമുക്ക് മനസ്സിലാക്കി തരികയാണ് അവിടെ ചെയ്തത്. അല്ലേ, ഇവിടെ ഇരുന്ന് ഞാനും നിങ്ങളും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തുനബിയുടെ ചരിത്രം
മുത്തുനബി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് ആ കടത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. അല്ലാതെ മുത്തുനബിക്ക് എന്തല്ല ആ മനുഷ്യനോട് ദേഷ്യമുണ്ടായിട്ടോ അല്ലെങ്കിൽ മുത്തുനബി കാരുണ്യമില്ലാത്തത് കൊണ്ടല്ല. മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? കടം അത്രത്തോളം ഗൗരവമേറിയ വിഷയമാണെന്നാണ് നമുക്കവിടെ കാണിച്ചു തന്നത്. അതുകൊണ്ട് കടമുള്ള വ്യക്തികളാണോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ കടം വീട്ടുക. നിങ്ങളാരും കടത്തിൽ മുങ്ങിപ്പോകരുത്. നമ്മുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ കടം ഒരുപാട് മേടിച്ചു കൂട്ടുന്നവരാണ്. വീട് വെക്കാൻ നമ്മൾ കടം മേടിക്കും, വാഹനം മേടിക്കാൻ നമ്മൾ കടം മേടിക്കും, ബിസിനസ് തുടങ്ങാൻ നമ്മൾ കടം മേടിക്കും. ഇങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ കടം മേടിക്കുന്നവരാണ്. പക്ഷേ അത് കടം മേടിക്കുന്ന സമയം നമ്മൾ വീട്ടാനുള്ള ആ ഒരു നിയ്യത്തോടു കൂടി നിങ്ങൾ കടം മേടിക്കണം. കടം മേടിക്കുന്ന സമയത്ത് ഇതെങ്ങനെയെങ്കിലും വീട്ടണമെന്ന് അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് മേടിക്കുന്ന കടമാണെങ്കിൽ ആ കടം വീട്ടാനുള്ള മാർഗം റബ്ബ് നമുക്ക് തുറന്നു തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം? ഈ കടം വീട്ടണം അല്ലാ, ഈ കടം വീട്ടാൻ എനിക്കൊരു മാർഗം തുറന്നു തരണം അല്ലാ എന്ന ഉദ്ദേശവുമായിട്ട് നമ്മൾ കടം മേടിക്കുകയാണെങ്കിൽ മുഅ്മിനീങ്ങളെ, ഒരു സംശയവും വേണ്ട, ആ കടം വീട്ടാനുള്ള ഒരു മാർഗം അള്ളാഹു തുറന്നു തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കേട്ടു നോക്കൂ, ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു കച്ചവടക്കാരൻ എന്തു ചെയ്തു? മറ്റൊരാളിൽ നിന്നും 1000 ദീനാറ് കടം മേടിച്ചു. നോക്കൂ നിങ്ങൾ, കടം വാങ്ങിയ ആള് പണം കൊടുത്തപ്പോൾ സാക്ഷിയായിട്ട് എന്താണുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ എഗ്രിമെൻറ്റ് മേടിക്കും, 4 ആൾ സാക്ഷി നിർത്തി വക്കീലിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കും, പല സംഭവങ്ങളും നമ്മൾ കാണാറില്ലേ? അതുപോലെ ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ കടം തന്നു, ഇതിന് സാക്ഷി നിങ്ങൾ തിരിച്ചു തരുമെന്ന് പറയുന്നു, അതിന് സാക്ഷി ആരാണ്? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അല്ലാഹുവാണ് സാക്ഷി, ഞാൻ ആ പണം തിരിച്ചു തന്നിരിക്കും. ഒരു ദിവസം, ഒരു ഡേറ്റ് പറഞ്ഞു, ദിവസം പറഞ്ഞു, ഈ ദിവസത്തിൽ ഞാൻ ആ പണം തിരിച്ചു തന്നിരിക്കും, ഒരു സംശയവും വേണ്ട. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യൻ പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചു. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചത് കൊണ്ട്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടും അള്ളാഹു ആണ് സത്യം, ആ സമയത്ത് പണം നിങ്ങൾ തിരിച്ചു തരുമെന്ന് പറഞ്ഞതുകൊണ്ടും എനിക്കിനി മറ്റൊരു ജാമ്യക്കാരൻ്റെ ആവശ്യമില്ല. ഏറ്റവും വലിയ ജാമ്യൻ അള്ളാഹു ആണല്ലോ. ആ അള്ളാഹിനെ നിങ്ങൾ ജാമ്യമായി നിർത്തിയ സ്ഥിതിക്ക് ഇനി എനിക്ക് മറ്റൊരാളുടെ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല. ഇരിക്കട്ടെ, ഈ മനുഷ്യൻ 1000 ദീനാറ് കൊണ്ടുപോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, ആ പണം തിരിച്ചു കൊടുക്കേണ്ട ഒരു സമയം വന്നപ്പോൾ സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യൻ ഒരു കടലിലൂടെ യാത്രയിലാണ്. ആ പണം തിരിച്ചു കൊടുക്കേണ്ട ദിവസമായപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം വന്നു. പടച്ചോനെ, ഞാൻ ആ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ അല്ലാ, എനിക്കത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ റബ്ബേ, നിന്നെ സാക്ഷി നിർത്തി ഞാൻ കൊടുത്തതാണ്, ഞാൻ കടലിൽ പെട്ടുപോയല്ലോ അല്ലാ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ കടലിലൂടെ ഒരു മരത്തിൻ്റെ തടിക്കഷ്ണം ഇങ്ങനെ ഒഴുകി വരുന്നത് ഈ മനുഷ്യൻ കണ്ടു. ഇദ്ദേഹം നേരെ പോയി ആ തടിക്കഷ്ണം എടുത്തു. അതെടുത്തിട്ട് അതിലൊരു ദ്വാരമുണ്ടാക്കിയിട്ട് 1000 ദീനാറ് ആ ദ്വാരത്തിനുള്ളിൽ നിക്ഷേപിച്ചു. അതിനുള്ളിൽ നിക്ഷേപിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു കത്തും കൂടി എഴുതി വെച്ചു. അങ്ങനെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു, ഖാലിഖായ റബ്ബെ, ഞാൻ നിന്നിലാണ് ഭരമേൽപ്പിച്ചത്, ഞാൻ നിന്നിലാണ് വിശ്വസിച്ചത്, നീയാണ് എനിക്ക് ആ പണം തന്നതിന് സാക്ഷി അല്ലാ, മറ്റാരുമില്ല. അതുകൊണ്ട് ആ ഒരു വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് റബ്ബെ, നീ തന്നെ എന്നെ സഹായിക്കണം റഹ്മാനെ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഈ തടിക്കഷ്ണത്തിനുള്ളിൽ 1000 ദീനാറും ഈ കത്തും വെച്ച് കടലിൽ ഒഴുക്കി വിട്ടു. തവക്കൽതു അലല്ലാ എന്നും പറഞ്ഞ്. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ കടം കൊടുക്കാനുള്ള ആള് ആ കടലിൻ്റെ വക്കത്തിരുന്ന് ഇയാളെ കാത്തു നിന്ന് ഒരുപാട് സമയം നിന്നു. പാവം ഒരുപാട് സമയം നിന്ന് സങ്കടപ്പെട്ടു. പടച്ച റബ്ബേ, എൻ്റെ കാശ് കിട്ടൂലേ, എൻ്റെ 1000 ദീനാറ് പോയോ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നിന്ന് അവസാനം വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു മരക്കഷ്ണം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആ മരക്കഷ്ണം കണ്ടപ്പോൾ അദ്ദേഹം പോയി ആ മരക്കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, ഏതായാലും വീട്ടിലേക്ക് വിറകിന് ആവശ്യമുണ്ട്, വിറകായിട്ട് ഈ മരക്കഷ്ണം ഉപയോഗിക്കാലോ എന്ന് കരുതി ഈ മനുഷ്യൻ ഈ മരക്കഷ്ണവുമായിട്ട് വീട്ടിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, വീട്ടിലെത്തിയ ഈ മനുഷ്യൻ ഈ മരക്കഷ്ണം പൊളിച്ചു നോക്കുകയാണ്. എന്തിനാണ്? സാധാരണ മരക്കഷ്ണം പൊളിച്ചതിന് ശേഷമാണല്ലോ വിറകായി ഉപയോഗിക്കുന്നത്. അങ്ങനെ പൊളിച്ചപ്പോൾ അതിനുള്ളിലുണ്ട് 1000 ദീനാറും ഒരു കത്തും. അൽഹംദുലില്ലാ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചത് കൊണ്ട് അള്ളാഹു എനിക്ക് ഈ പണം എത്തിച്ചു തന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞു, ആ മനുഷ്യൻ കടം മേടിച്ച ആൾ നാട്ടിലെത്തി ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരികയാണ്. ഈ പണം ഇവിടെ കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അയാൾക്കറിയില്ലല്ലോ. അദ്ദേഹം കുറച്ചുകൂടെ കാശ് കയ്യിൽ കരുതി വന്നു.
ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, എനിക്ക് യാത്രയിലായതുകൊണ്ട് വരാൻ സാധിച്ചില്ല, എന്നോട് പൊറുക്കണം, ഇതാ നിങ്ങളുടെ പണം എന്ന് പറഞ്ഞു പണം കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ പറയാ, അല്ല കൂട്ടുകാരാ, പണം എനിക്ക് കിട്ടിയല്ലോ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചതുകൊണ്ട് ആ പണം എനിക്ക് മരത്തടിയിൽ അങ്ങനെ വന്നു, നിങ്ങളയച്ച കത്തും എനിക്ക് കിട്ടി, അത് വേറെ ഒരാളെ കയ്യിലും പോയി പെടാതെ അള്ളാഹു അത് എൻ്റെ കയ്യിൽ തന്നെ എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ മനുഷ്യന് വല്ലാത്ത സന്തോഷമായി, വളരെ റാഹത്തായി. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ ഇതുപോലത്തെ ചരിത്രങ്ങളും ഇതുപോലത്തെ കഥകളൊക്കെ എന്തിനാണ്? നമുക്ക് പഠിക്കാനും നമ്മൾ ഉൾബോധമുള്ളവരാകാനും വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചത് കൊണ്ട് ആ സാധനം എവിടെയും നഷ്ടപ്പെടാതെ അള്ളാഹു ഈ മനുഷ്യൻ്റെ കൈകളിലേക്ക് എത്തിച്ചു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവർക്ക് മാത്രമേ ഇത്തരം ഭരമേൽപ്പിക്കാൻ കഴിയൂ. ഞാനും നിങ്ങളും ഈമാൻ കുറഞ്ഞവരായതുകൊണ്ട് നമ്മൾ ഈമാനുള്ളവരാകണം. തവക്കൽതു അലല്ലാഹ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, എനിക്കെൻ്റെ അള്ളാഹു ഉണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം, ആ ഒരു വിശ്വാസമാണ് എന്നെയും നിങ്ങളെയും ജീവിതത്തിൻ്റെ വലിയ വലിയ പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച ഏതൊരു മുഅ്മിനായ മനുഷ്യനും അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹു നമ്മളെ ഈമാനുള്ളവരാക്കട്ടെ. അപ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ എന്ത് പറഞ്ഞാലും ഇൻഷാ അള്ളാഹ് എന്ന് നമ്മൾ കൂടെ പറയണം. നമ്മളൊരാൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം, തരാം, ചെയ്യാമെന്ന് പറഞ്ഞാൽ കൂടെ നമ്മൾ ഇൻഷാ അള്ളാഹ് പറയണം. ഇൻഷാ അള്ളാഹ് എന്നുള്ള പദം നമ്മൾ നമ്മളെ കൂടെ കൊണ്ട് നടക്കണം. അത് വെറുതെ പറഞ്ഞാലും പോരാ, നമ്മളത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊണ്ടായിരിക്കണം പറയേണ്ടത്. അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ കൂട്ടുപിടിച്ചാൽ, കൂട്ടുകാരനായി പിടിച്ചാൽ, നമ്മൾ ഒരടി അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹു 10 അടി നമ്മളിലേക്ക് അടുക്കുമെന്നല്ലേ പറഞ്ഞത്. ഇൻഷാ അള്ളാഹ് അള്ളാഹുവിനെ മനസ്സിലാക്കി, അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഇർബദ് മീഡിയ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറിൻ്റെ വാതിലും തുറന്നു തരട്ടെ. ഷർറിൻ്റെ വാതിൽ നമ്മളെ തൊട്ട് അള്ളാഹു കൊട്ടിയടക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, കടം മേടിച്ചാൽ നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. കടം മേടിക്കുന്നവരെ ശ്രദ്ധിക്കുക. ചെറിയ ഒരു സംഭവമാണെന്ന് കരുതി തള്ളിക്കളയരുത്. അള്ളാഹു നമ്മുടെയൊക്കെ മല പോലെയുള്ള കടങ്ങളൊക്കെ വീട്ടി നല്ല റാഹത്തും സന്തോഷവും നമ്മൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് കടമുള്ളവർ, പ്രയാസപ്പെടുന്നവർ, ലോണുള്ളവർ, പലിശയുമായി ബന്ധപ്പെട്ട എല്ലാവരും നിങ്ങൾ സങ്കടപ്പെടേണ്ട, അള്ളാഹുവിൽ ദുആ ചെയ്യുക. നിങ്ങൾ അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് തുറന്നു തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അള്ളാഹു അത്തരക്കാരെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.